ഡിയർ സ്റ്റുഡൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ HSA സോഷ്യൽ സയൻസ് ആവട്ടെ, HSAയുടെ ഏത് എക്സാമിനേഷൻ ആവട്ടെ, നമുക്ക് വൃത്തിക്ക് തന്നിരിക്കുന്ന ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് തന്നെയാണ് നമ്മളുടെ പഠനത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം. അപ്പോൾ സിലബസിലെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്നുള്ളിടത്തിരിക്കും നമ്മളുടെ ഒരു പ്രിപ്പറേഷന്റെ ലെവല്. അപ്പോൾ ഈ വീഡിയോ സെൽഫ് സ്റ്റഡി നടത്തുന്ന അല്ലെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആസ്പിറന്റ് ആണ് നിങ്ങൾ ഓരോരുത്തരെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന രീതിയിൽ ഞാനിവിടെ സിലബസിന്റെ കുറച്ച് പ്രധാനപ്പെട്ട ഇൻസൈറ്റ് പറഞ്ഞുതരാം ആദ്യം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇൻ ബിറ്റ്വീൻ അതിന്റെ അകത്തൂടെ ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു 4 to 5 monthsന് ശേഷം എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു മാക്സിമം നിങ്ങൾ ഒരു 4 month ഡ്യൂറേഷൻ എടുത്തിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തുക. എക്സാം ആയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത് ഒരിക്കലും. നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ് സക്സസിലോട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടൈമിൽ ഇത് ഫിനിഷ് ചെയ്യാനും അതിനനുസരിച്ച് നല്ല പ്രാക്ടീസിലോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പഠനത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്, ഒന്ന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി, 2 റിവിഷൻ, 3 നിങ്ങൾ കൃത്യമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ്. ഇത് 3 നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ നേരം വൈകി പഠിക്കുക ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കൺസിസ്റ്റൻസി ഇല്ലായ്മ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാർ നേരത്തെ ഒരു 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിവിഷന് വേണ്ട എഫക്റ്റീവ് ടൈം കിട്ടില്ല. പിന്നെ പ്രാക്ടീസിന്റെ കാര്യം പറയേണ്ടി വരില്ല. പിന്നെ നിങ്ങൾ വെറുതെ ഒരു എക്സാമിനേഷൻ എഴുതി പോന്നു എന്നുള്ള രൂപത്തിലോട്ട് മാറും. അല്ലാണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിക്കോണമെന്നുണ്ടാവില്ല. അപ്പോൾ സോഷ്യൽ സയൻസിലെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾക്കുള്ള ടൈം നിങ്ങളുടെ അടുത്തുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ആലോചിച്ചതിനു ശേഷം എത്രമാത്രം പഠിക്കാനുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് സിലബസിൽ പാർട്ട് എ ഉണ്ട്. പാർട്ട് എനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറൽ പേപ്പർ എന്ന് പറയുന്നത്, അല്ലെ? മീനിങ് വാട്ട്? HSA എഴുതുന്ന എല്ലാവർക്കും ഈ ഒരു സിലബസിൽ ഇത് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ റിനൈസ വരുന്നുണ്ട്, ഫ്രീഡം മൂവ്മെന്റ്. ഇവിടെ കേരള റിനൈസ എന്നോ ഇന്ത്യൻ റിനൈസ എന്നോ സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. പക്ഷെ PYQs എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ബോത്ത് ഇന്ത്യൻ റിനൈസ, ബോത്ത് കേരള റിനൈസ, ബോത്ത് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ്, ബോത്ത് കേരള ഫ്രീഡം മൂവ്മെന്റും കാണാൻ പറ്റും. അപ്പൊ അത് അത്യാവശ്യം തന്നെ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ GK എന്ന് പറയുന്നത് ജനറൽ നോളജ്. നമ്മുടെ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടുകളൊക്കെ വരുന്ന അതില്ല. ഇന്ത്യൻ GK, കേരള GK ഒക്കെ. ദെൻ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിരിക്കുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും. ദെൻ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇത്രയും പോർഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു പക്ഷേ BEdന്റെ സമയത്ത് മറ്റൊക്കെ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലോട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഈ പഠിച്ചിരിക്കുന്ന കോണ്ടന്റുകൾ ഇങ്ങനെ തന്നെയാണോ അലൈൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, പാർട്ട് എയിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഒരു 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് equivalent to 20% ഓഫ് യുവർ എക്സാമിനേഷൻ. അപ്പൊ ഇതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കരുത്. പാർട്ട് ബി ഏകദേശം കുറെ ആൾക്കാർക്ക് സെയിം ആക്കി വരാനുള്ള ടെൻഡൻസി ഉണ്ട്, പ്രിപ്പറേഷൻ ഒരേപോലെ പോവുകയാണെങ്കിൽ. പക്ഷെ പാർട്ട് എ നിങ്ങൾ നല്ലൊരു എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ 20 മാർക്സ് നേടാൻ പറ്റണം. അപ്പൊ ഈ 20 മാർക്സ് നേടാൻ വേണ്ടി ക്രിസ്റ്റലിലുള്ള 2-3 പ്രോഗ്രാംസ്, സപ്പോർട്ടീവ് മെക്കാനിസം കൂടി ഞാൻ ഒന്ന് പറയുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് പാർട്ട് എയുടെ ഫുൾ സിലബസ് അടങ്ങിയിട്ട് PYQ അടിസ്ഥാനത്തിലോട്ടുള്ള ഒരു PDF സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതെല്ലാം ക്ലാസ് ആയിട്ട് കേട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് എന്റെ, അതായത് ജനറൽ പേപ്പറിന്റെ വീഡിയോ കോഴ്സും ലഭ്യമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ലഭ്യമാണ് പാർട്ട് എയുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അത് HSA എഴുതെടുക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും. അതേസമയത്ത് പാർട്ട് ബിയിലോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് 8 യൂണിറ്റ് ആണുള്ളത്. 8 യൂണിറ്റിൽ നിങ്ങൾക്ക് വരുന്നത് 2 ഫ്രം ഹിസ്റ്ററി, 2 ഫ്രം ഇക്കണോമി, 2 ഫ്രം പൊളിറ്റിക്കൽ സയൻസ്, 2 ഫ്രം ജോഗ്രഫി. ഹിസ്റ്ററി, ഇക്കണോമി, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി. നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയൊന്ന് വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ ഈ പ്രിപ്പറേഷനിൽ ഇരിക്കുന്ന ആൾക്കാര്, നിങ്ങളുടെ മെയിൻ ആയിട്ട് പഠിച്ചത്, ഗ്രാജുവേഷന്റെ സമയത്തൊക്കെ മെയിൻ ആയിട്ട് പഠിച്ചത് ഏതാ? ചിലപ്പോൾ ഹിസ്റ്ററി ആകാം, ഇക്കണോമി ആകാം, പൊളിറ്റിക്കൽ സയൻസ് ആകാം, ജോഗ്രഫി ആകാം. ഏതാ നിങ്ങൾ പഠിച്ചത്? പ്ലീസ് കമന്റ് ഇറ്റ്. ഹിസ്റ്ററി പഠിച്ച ആൾക്കാരുണ്ടാവും കൂടുതലായിട്ടും, അല്ലെ? അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി അവര് ഞങ്ങൾ സെറ്റാണ് സാർ എന്ന് പറഞ്ഞിരിക്കും. അത് ഭയങ്കര അപകടം പിടിച്ചൊരു സംഗതിയാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിലോട്ട് വരുന്ന സമയത്ത് എക്സാമിനേഷൻ എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോർ ഇമ്പോർട്ടന്റ്ലി, നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും, പക്ഷെ എക്സാമിനേഷൻ ഇവിടെ ചോദിക്കാൻ വേണ്ടി പോകുന്നത് മലയാളത്തിലാണ്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരേ സമയത്ത് ഇംഗ്ലീഷിലും അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം, മലയാളത്തിലും മനസ്സിലാക്കണം. അങ്ങനെയാണ് ക്രിസ്റ്റൽ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് നോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മോഡൽ നോട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ മോഡൽ നോട്ട് നിങ്ങൾക്ക് ഒരു PDF കിട്ടും. ആ PDF നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഓരോ ടോപ്പിക്കും എക്സാമിനേഷൻ റിപ്പീറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കേണ്ടെന്ന രീതിയിൽ നോട്ട് കാര്യങ്ങളൊക്കെ ലഭിക്കും. അങ്ങനെ ഹിസ്റ്ററിയിൽ നിന്ന് 2 ചാപ്റ്റർ ഉണ്ട്, ഇക്കണോമിയിൽ നിന്ന് 2 ചാപ്റ്റർ, പൊളിറ്റിക്കൽ സയൻസിൽ 2 ചാപ്റ്റർ, ജോഗ്രഫിയിൽ നിന്ന് 2 ചാപ്റ്റർ. ഇത് മാത്രം നിങ്ങൾ നോക്കിയോ 10 വെച്ചിട്ട് 8 × 10 80 ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് ചോദിക്കും. എക്സാക്ട് പ്രൊപ്പോർഷൻ അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു പക്ഷെ അങ്ങനെ ചോദിക്കുകയും ചെയ്യാം. അപ്പൊ ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ, ഹിസ്റ്ററി തന്നെ എത്രമാത്രം പഠിക്കാണ്ട് നിങ്ങൾക്ക് അറിയാം. നോക്കിക്കേ, വേൾഡ് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ഇവിടെ കണ്ടോ കേരള ഹിസ്റ്ററി പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും ഹിസ്റ്ററി തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഇത് വിശാലമായി പഠിച്ചു വരുമ്പോൾ എത്രമാത്രം ടൈം എടുക്കും എന്നുള്ളത് ഹിസ്റ്ററി ആസ്പിറൻസ് ആയിട്ടുള്ള ഓരോരുത്തർക്കും അറിയാം. സിമിലർലി എക്കണോമി എന്ന് പറയുന്ന ഒരു പോർഷനിലോട്ട് വരുമ്പോൾ നോക്കിക്കേ, നിങ്ങൾക്ക് ഇക്കണോമിക് തിയറി, ബാങ്കിങ് ടൂൾസ് ഓഫ് അനാലിസിസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ എക്കണോമി വരുന്നുണ്ട്, കേരള ഇക്കണോമി വരുന്നുണ്ട്. വലിയ ചാപ്റ്റർ ആണ് ആക്ച്വലി അതൊക്കെ. ഒരുപാട് ക്ലാസ്സസ് അല്ലെങ്കിൽ കോൺസെപ്റ്റൽ നോളജ് വേണ്ടതാ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വായിക്കാന്നുള്ളത്. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദാറ്റ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ സ്ട്രോങ് ആണെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ അതിൽ സൂപ്പർ സ്ട്രോങ് ആവുക. അതേസമയത്ത് അതർ സബ്ജക്റ്റിൽ നിങ്ങൾ എന്തായാലും ആൻസേഴ്സ് എഴുതാൻ പറ്റുന്ന രൂപത്തിലോട്ട് മാറുക എന്നുള്ളത്. പൊളിറ്റിക്കൽ സയൻസ് നോക്കിയത് നിങ്ങൾ തിയററ്റിക്കൽ ആയിട്ടുള്ള പാർട്ടാണ് മൊഡ്യൂൾ 5 അതേ സമയത്ത് മൊഡ്യൂൾ 6 വരുന്നത് കുറച്ചുകൂടെ ഇന്റർനാഷണൽ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ്, ദെൻ തിങ്കേഴ്സ് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുന്ന സമയത്ത് എത്രമാത്രം എത്തില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. അതിൽ തന്നെ കണ്ടോ, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ വരുമ്പോൾ സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് നമ്മുടെ ജനറൽ പേപ്പറിൽ പഠിക്കുന്ന ടോപ്പിക്കാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള വിശാലമായിട്ടുള്ള സിലബസ് ഉണ്ട്. നിങ്ങൾ ആക്ച്വലി ഒരു PSC എക്സാമിന് നിങ്ങൾ പഠിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ UPSC സിവിൽ സർവീസിന് പഠിക്കുകയാണെന്ന് വിചാരിക്കുക, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വേൾഡ് ഹിസ്റ്ററി അത്ര പഠിക്കാനില്ല UPSCക്ക്. അതേപോലെ ഇങ്ങനത്തെ പൊളിറ്റിക്കൽ തിയറീസ് അത്ര പഠിക്കാനില്ല UPSCക്ക്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ പഠിക്കാനുണ്ട്. ജോഗ്രഫിയുടെ കേസ് പറഞ്ഞാൽ ഫുള്ള് നിങ്ങൾക്ക് UPSC സിവിൽ സർവീസിനൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പൊ അത്രയും വലിയ വിശാലമായിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്ട്, നിങ്ങളുടെ മെയിൻ സബ്ജക്ട് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ആലോചിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ക്രിസ്റ്റലില് ഓൾറെഡി HSS സോഷ്യൽ സയൻസിന്റെ 2 ബാച്ച് കഴിഞ്ഞ് 3ാമത്തെ ബാച്ചാണ് നോട്ടിഫിക്കേഷന്റെ സമയത്ത് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് വെറും 3999 രൂപക്ക് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അപ്പൊ പ്രിപ്പറേഷന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് വളരെ സീരിയസ് ആയിട്ട് ജനറൽ പേപ്പറും സോഷ്യൽ സയൻസും പഠിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടോ? ദേ കൻ ഓപ്റ്റ് ദാറ്റ്. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന രൂപത്തിലോട്ട്. അതല്ല, സെൽഫ് സ്റ്റഡി ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്ന് നല്ലപോലെ കുറച്ചുകൂടെ കൂടുതൽ എഫേർട്ട് കൊടുക്കണം. കാരണം എന്താ, ഓൾറെഡി ക്രിസ്റ്റലിന്റെ ഫാക്കൽറ്റീസ് ഈ ക്ലാസ്സുകൾ ബാച്ചുകൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് ആ നോട്ടും കാര്യങ്ങളും വെച്ചിട്ട് അവർക്ക് കൂളായിട്ട് അത് സ്റ്റുഡൻസിന് എക്സാമിന് ഇങ്ങനെ വരൂട്ടെന്ന് പറഞ്ഞു കൊടുത്ത് അത് കുട്ടികൾ പഠിച്ചു പോവാണ്. ഇതൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കുകയാണ്. 0% നിന്നാണ് സെൽഫ് സ്റ്റഡിക്കാർ തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, ചൂസ് യുവർ ഡയറക്ഷൻ. നിങ്ങൾക്ക് എപ്പോഴാണ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെന്ന് തോന്നുന്നത്? എഴുതണം എന്നല്ല, എഴുതാൻ പലപ്പോഴും വേണമെങ്കിൽ ഇപ്പോൾ എഴുതാം, അടുത്ത HSIക്ക് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ എഴുതാം എന്നുള്ള രീതിയിലേ ഉള്ളൂ. ഉണ്ടാക്കാൻ ചാൻസും ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, ദിസ് ഈസ് ദ ഹൈ ടൈം യു ഹാവ് ടു ടേക്ക് എ ബെറ്റർ ഡിസിഷൻ. എന്നിട്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് ഒരു പ്രിപ്പറേഷൻ സ്ട്രോങ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ വേറെ എക്സാംസ് ഉണ്ട് സാർ, ആ എക്സാംസ് ഉണ്ട് സാർ, എല്ലാം കൂടി പഠിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറയണത്. പക്ഷേ ഡിഫൈൻ വാട്ട് ഈസ് യുവർ ഒബ്ജക്റ്റീവ്. നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ കൊണ്ടുപോകണം എന്നുള്ള കാര്യം പറയാനാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇവിടെ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ, ക്രിസ്റ്റലിന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫ്രീ ക്ലാസ്സസും PYQസിന്റെ ഡിസ്കഷനൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം നമ്മൾ ഓരോന്നിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ നിങ്ങളുടെ ഡയറക്ഷൻ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് എത്രമാത്രം ആവശ്യമുണ്ട് എന്നുള്ളത്. ഫോർ എനി ഹെൽപ്പ് യു ക്യാൻ കോൺടാക്ട് അവർ ഓഫീസ് നമ്പർ. എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ.